ഓക്കെ, എടാ കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നത്? Yes, sir. Yes, sir. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീന് കാണാലോ അല്ലേ? Sir. കാണാം. Yes, sir. നമ്മള് പിന്നെ സെക്കൻഡ് മൊഡ്യൂളിന്റെ അസൈൻമെന്റ് മൊഡ്യൂൾ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. പക്ഷെ ഇതിൽ 2 പേരോ 3 പേരെങ്ങാനും ഇനിയും സബ്മിറ്റ് ചെയ്യാനുണ്ട്. ജിഷ്ണു, ദിലീപ്, അതുപോലെ ജിഷ്ണു, ലെറ്റ്, ഇതുൽ ഹാരിഷ്. ഇതിൽ 2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ബാക്കി ജിഷ്ണു, ദിലീപ് ഇതുവരെയായിട്ടൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല. സാർ ഞാൻ പറ്റിയാണല്ലോ. ആരാ? ജിഷ്ണു, ദിലീപ് ആണ്? നീയല്ല ജിഷ്ണു കെ വി. ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ ചെക്ക് ചെയ്യാം. ജിഷ്ണു, ദിലീപ് വെച്ചില്ല. ഇതുൽ ഹാരിഷ്, ജിഷ്ണു, സജീവൻ. ഓക്കെ, എന്താണേലും ഞാൻ പറയാം ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മള് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എന്തായാലും സീരീസ് എക്സാം ഒക്കെ ഉണ്ടാവും. അത് മിക്കവാറും ഓൺലൈൻ മോഡ് ആയിരിക്കും. അതേ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഒക്കെ നിങ്ങൾക്ക് വരും. സോ ആദ്യത്തെ 2 മൊഡ്യൂൾ ആയിരിക്കും ആദ്യത്തെ സീരീസ് എക്സാമിന് ഉണ്ടാവുന്നത്. സോ ഇനി നമുക്ക് മൂവിങ് ഓൺ തേർഡ് മൊഡ്യൂൾ, മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ. അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 6 NDT ബേസിക് മെത്തേഡുകൾ. അതിൽ 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ തേർഡ് വൺ, മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ. മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ? ക്രാക്ക് ഉണ്ടാവുന്നിടത്ത് മാഗ്നറ്റിക് ഫീൽഡ് ബൾജ് ചെയ്യും. അപ്പോ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചു. ക്രാക്ക് ഉണ്ടാകുന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താ സംഭവിക്കുക? പുറത്തേക്ക് ഞാൻ ആദ്യം ഇതിന്റെ സ്മോൾ മാഗ്നറ്റിക് പോൾ ഡെവലപ്പ് ഒരു പുതിയ മാഗ്നറ്റിക് പോൾ ഡെവലപ്പ് ചെയ്യാൻ കറക്റ്റ് ആണ്. നമുക്ക് ആദ്യം ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിന്റെ വീഡിയോ നമ്മൾ കണ്ടായിരുന്നോ, മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗിന്റെ? ഇല്ല സർ. ഓക്കെ, ഞാൻ ഒരു പ്രാക്ടിക്കൽ ഇൻസ്പെക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിപ്പോ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ, വീഡിയോ സ്ക്രീൻ? ഓക്കെ, പുള്ളി ആദ്യം കുറെ ഇതിന്റെ തിയറി ഒക്കെയാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ ടെസ്റ്റിംഗിലേക്ക് മാത്രം വരാം. അയാളുടെ കയ്യിലൊരു എലമെന്റ് കണ്ടോ, ഒരു 2 ലെഗ് ഉള്ള സാധനം? അത് ആക്ച്വലി ഒരു മാഗ്നറ്റിക് യോക്ക് എന്നാ പറയാ. മാഗ്നറ്റിക് യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് എലമെന്റ് ആണത്. അതായത് അതിൽ നിന്നും വയർ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഇതിന്റെ 2 ലെഗ്, ഞാനിപ്പം മൗസ് പോയിന്റർ വെച്ചിട്ട് കാണിക്കുന്ന ഇവിടെ ഒരു ലെഗ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലെഗ് ഉണ്ട് അല്ലെ. ഈ 2 ലെഗും എന്താവും? 2 പോളായിട്ട് ആക്ട് ചെയ്യും. ഒന്ന് നോർത്ത് ആവും, മറ്റേത് സൗത്ത് ആവും. ഇനി ഞാൻ ഈ എലമെന്റിനെ ഒരു ഫെറോ മാഗ്നറ്റിക് പ്ലേറ്റിന്റെ മുകളിൽ ഇയാൾ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഫെറോ മാഗ്നറ്റിക് ആ പ്ലേറ്റിന്റെ മേലയിൽ ഇത് വെക്കുകയും ഇതിലേക്ക് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ഒരു ലെഗ് നോർത്തും മറ്റേ ലെഗ് സൗത്തും ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫെറോ മാഗ്നറ്റിക് പ്ലേറ്റും എന്തായി മാറും? ഒരു മാഗ്നറ്റ് ആവൂലടാ. ആവും. സോ അങ്ങനെ ആ ഒരു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ പ്ലേറ്റിലാണ്. ആ പ്ലേറ്റ് 2 പ്ലേറ്റ് തമ്മിൽ വെൽഡിങ് നടത്തിയിട്ടുള്ള വെൽഡഡ് ജോയിന്റ് പ്ലേറ്റ് ആണത്. അപ്പൊ അതിലെ വെൽഡിങ്ങിന്, ആ ജോയിന്റിന് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ എന്നാണ് അയാൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് അയാൾ ആദ്യം കുറെ കാര്യങ്ങളായിട്ടൊക്കെ പറഞ്ഞത്. അപ്പൊ ആ വെൽഡിങ് ജോയിന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണമെങ്കിൽ ആദ്യം അതിനെ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റണം. ആ പ്ലേറ്റിനെ ഒരു മാഗ്നറ്റ് ആക്കണം. അപ്പൊ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഈ 2 സൈഡിലും പ്ലേറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ മാഗ്നറ്റ് വെച്ചു കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ട്
ഈ പ്ലേറ്റിനെ മാഗ്നറ്റ് ആക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഓരോ മാഗ്നറ്റ് വെച്ച് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ ഉണ്ട്, നമുക്കറിയുന്ന കോയില് കറണ്ട് കൊടുക്കുമ്പോൾ മാഗ്നറ്റ് ആവുന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്കൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റിക് മെറ്റീരിയൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഇയാൾ ഇവിടെ ഉപയോഗിക്കുന്നത് യോക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം യോക്കിലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുമ്പോൾ അതിന്റെ രണ്ട് ലെഗും രണ്ട് പോളുകളായിട്ട് അല്ലെങ്കിൽ നോർത്ത് ആൻഡ് സൗത്ത് പോളുകളായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അതിനെ കൊണ്ടാണ് കോണ്ടാക്റ്റിൽ വെക്കുകയാണ്, നമ്മളുടെ ടെസ്റ്റ് ബേസിന് കോണ്ടാക്റ്റിന് വെക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം ഇനി ഇയാൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ക്ലിയർ ആവുന്നുണ്ടാവും. ഇവിടെ എനിക്ക് വെൽഡിംഗ് ജോയിന്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു ലൈനിൽ ഒരു വെൽഡിംഗ് ജോയിന്റ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ലെഗ് ഇവിടെ കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോർത്ത് ആണെങ്കിലും മറ്റേത് സൗത്ത് ആയിരിക്കും. ഇതിലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇത് നോർത്തും സൗത്തൊക്കെ ആകുന്നത്. അപ്പോൾ ഇതിപ്പോ കോണ്ടാക്റ്റിലായതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റിൽ എന്തുണ്ട്, ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ അല്ലെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു പോളിൽ നിന്ന് മറ്റേ പോളിലേക്ക് മൂവ് ചെയ്യില്ലേ. അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് മെറ്റീരിയൽ ഇപ്പൊ ഒരു മാഗ്നറ്റ് ആയി മാറിയിട്ടുണ്ട്. ഇനി അയാള് അതിന്റെ മുകളിലേക്ക് എന്താണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത് നോക്കാം. പുള്ളിയുടെ കയ്യിലൊരു ക്യാൻ ഉണ്ട്, അയാളൊരു പൗഡർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്താ എലമെന്റ്? അതെന്താണ്? അയൺ പൗഡർ ആയിരിക്കും. അതെ, മാഗ്നറ്റിക് പൗഡർ ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ പൗഡർ ആണ്. അയൺ പൗഡർ പോലെയുള്ള പൗഡറാണ്. കളേർഡ് ആയിട്ടാണ് അത് ഉണ്ടാവുക. ഇതിൽ കളർ കൊടുക്കുന്നത് നമുക്ക് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു കളേർഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാള് എക്സസ് ആയിട്ടുള്ള പൗഡറിനെയൊക്കെ ബ്ലോ ചെയ്തൊരു ബ്ലോവർ വെച്ചിട്ട് ബ്ലോ ചെയ്ത് കളയുന്നു. എന്നിട്ട് നോക്കുകയാണ് ജോയിന്റിന്റെ എവിടെയെങ്കിലും മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിട്ടൊന്നുമില്ല. അയാൾ അടുത്ത പൊസിഷനിലേക്ക് നമ്മുടെ യോക്കിനെ ഇട്ടു. വീണ്ടും എക്സസ് ആയിട്ടുള്ളതിനൊക്കെ ബ്ലോ ചെയ്ത് കളഞ്ഞ് എവിടെയും മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. ഇനി നെക്സ്റ്റ് മൊമെന്റിൽ അയാൾ വീണ്ടും പൗഡർ സപ്ലൈ ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ളതിനെ ബ്ലോ ചെയ്ത് കളയുന്നു. ഇപ്പോ ഈ ഒരു പോയിന്റിൽ നോക്കിയേ, എക്സസ് ആയിട്ടുള്ളതിനെ ബ്ലോ ചെയ്ത് കളയുമ്പോൾ ഒരു ലൈനിൽ കുറച്ച് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ എന്റെ മൗസ് പോയിന്റർ നോക്കിയത് ഇവിടെ. ആ ബ്ലോവർ ഇട്ടിട്ട് ബ്ലോ ചെയ്തപ്പോഴും അത് അവിടുന്ന് പോയില്ല. കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ആ ഒരു ലീനിയർ ഫാഷനിൽ ക്രാക്ക് ഉണ്ടാവും. അപ്പൊ ക്രാക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ അന്ന് പ്രിൻസിപ്പിൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്രാക്ക് ഉള്ള സ്ഥലത്ത് ഒരു പുതിയ ഒരു പോള് ജനറേറ്റ് ചെയ്യും, ഒരു പുതിയ നോർത്തും പുതിയ സൗത്തും ജനറേറ്റ് ചെയ്യും. അപ്പൊ അവിടെ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവും. ബാക്കിയുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ആ ക്രാക്ക് ഉള്ള സ്ഥലത്ത് പുതിയ പോള് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അഡീഷണൽ സ്ട്രെങ്ത് ഉണ്ടാവും. സോ അവിടുത്തെ അട്രാക്ട് ചെയ്യുന്ന അല്ലെ അവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടികള് ചെറിയ ബ്ലോർ ഇട്ട് കഴിഞ്ഞാലൊന്നും പോകില്ല, അത് അവിടെ തന്നെ പറ്റി നിൽക്കും അല്ലെ, കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോ ഇയാൾ എല്ലാ സ്ഥലത്തും വെച്ച് ചെയ്തപ്പോ ലാസ്റ്റ് വെച്ച സ്ഥലത്താണ് ഒരു ക്രാക്ക് കണ്ടെത്താൻ പറ്റിയത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോ പാർട്ടിക്കിൾസ് ഒരു ലീനിയർ ഫാഷനിലാണ് ഉള്ളത്. ആ പാർട്ടിക്കിൾ നിന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ക്രാക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാലോ. ക്രാക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അയാൾ ഒന്നുകൂടി അത് ചെയ്യാണ്, ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. വീണ്ടും നോക്കിയപ്പോ ആ ലൈനിലുള്ളത് വിട്ടു പോകുന്നേ ഇല്ല. അപ്പോ ആ ഒരു ലെങ്തില് ആ ലീനിയർ പാഷനില് അതിനകത്ത് ട്രാക്ക് ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡ്, അതായത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ടെസ്റ്റിംഗ് മെത്തേഡാണത്. സോ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ MPI, MPT എന്നൊക്കെ പറയും. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറയും. So MPI is a non-destructive testing method for detecting discontinuities or defects that are present at surface or subsurface. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് മെത്തേഡ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ ആൻഡ് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ? എന്നാൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങിനുള്ള ഒരു അഡീഷണൽ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ക്രാക്കും കണ്ടുപിടിക്കാൻ പറ്റും, സബ് സർഫസ് ക്രാക്കും കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ഈ സബ് സർഫസ് ക്രാക്ക്?
സർഫസിന് താഴേക്കുള്ള സർഫസിന് ജസ്റ്റ് അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് എക്സാക്ട് സർഫസ് പുറത്താണ് എന്ന് പറയാൻ കഴിയില്ല, ജസ്റ്റ് അഡ്ജസ്റ്റന്റ് ഏരിയയിൽ വരുന്നത്. ഇപ്പം ഒരു ടെസ്റ്റ് പീസ് നമുക്ക് നോക്കി ഒരു വരച്ചിട്ട് പറയാം. ടെസ്റ്റ് പീസ് ഉണ്ട് ഇവിടെ. ഈ സർഫസിൽ വരുന്ന ക്രാക്കുകൾ നമ്മൾ ആദ്യത്തെ 2 ടെസ്റ്റിംഗ് മെത്തേഡിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് വരുമ്പോൾ ഈ സർഫസിലും കണ്ടുപിടിക്കാം. സബ് സർഫസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഡ്ജസ്റ്റന്റ് ടു സർഫസ് ലെയർ, അത് ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്ന ചെറിയ ക്രാക്ക്. അത് ആക്ച്വലി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കാരണം സർഫസിന് താഴെയാണ് അല്ലെ, സർഫസിന്റെ ജസ്റ്റ് അഡ്ജസ്റ്റന്റ് ഏരിയയിൽ വരുന്നതാണ്. ദെൻ ഇന്റേണൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്ക്, ഇപ്പൊ ഇവിടെയൊക്കെ വരുന്ന ക്രാക്ക്, ഇതൊന്നും നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗിന് ആദ്യം പറഞ്ഞ 2 മെത്തേഡിൽ നിന്നുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർഫസ് ഡിഫക്ട്സും സബ് സർഫസ് ഡിഫക്ട്സും കണ്ടുപിടിക്കാം. എല്ലാ ടൈപ്പ് മെറ്റീരിയലിന്റെയും ഡിഫക്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ടൈപ്പ് മെറ്റീരിയലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മാഗ്നറ്റ് ആക്കാൻ പറ്റുന്ന മെറ്റീരിയലുകൾ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയലുകളെ നമ്മൾ മെറ്റീരിയൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ അതിന് പറയാ? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെ. സോ MPA is a non-destructive testing method for detecting discontinuities or defects that are presented at surface or subsurface of ferromagnetic substance. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഈ വേർഡുകളൊക്കെ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. Then MPA is governed by laws of magnetism. അപ്പൊ നമ്മൾ ഈ മൊഡ്യൂൾ എങ്ങനെയാണ് മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ +2 ഫിസിക്സ് ആണ്. +2 ഫിസിക്സിലെ മാഗ്നറ്റിസം എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കുറെ ടേമുകളാണ്. എന്താണ് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, റെസിജ്വൽ മാഗ്നറ്റിസം, റിറ്റന്റിവിറ്റി, അങ്ങനെയുള്ള മാഗ്നറ്റിസവുമായി ബന്ധപ്പെടുന്ന ബേസിക് ടേമുകളാണ് നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് മെത്തേഡിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ തേർഡ് നമ്മൾ പഠിക്കുന്നത് മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ്, ആ ടൂൾസിനെ പറ്റിയാണ്. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ലെങ്തി ആണ്, പിന്നെ എന്നാലും പെട്ടെന്ന് തീരും, സിമ്പിളുമാണ്. ഓക്കെ. Then MPA is governed by laws of magnetism. Materials are generally classified in ferromagnetic, paramagnetic and diamagnetic. I think ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് മെറ്റീരിയൽസിന്റെ ഈ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഫെറോമാഗ്നറ്റിക്, എന്താണ് പാരാമാഗ്നറ്റിക്, എന്താണ് ഡയാമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽ, strongly attracted by a magnet, that is ferromagnetic material. Then paramagnetic എന്ന് വെച്ചാൽ weakly or not attracted by magnet. Diamagnetic എന്ന് വെച്ചാൽ slightly repelled by magnet. ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഡെഫിനിഷൻ ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല അട്രാക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന, മാഗ്നറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിന് വീക്ക് അട്രാക്ഷൻ ഉണ്ടാവും. വീക്ക് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നെഗ്ലിജിബിൾ ആയിരിക്കും, കൗണ്ടബിൾ ആയിരിക്കില്ല. വീക്ക് അട്രാക്റ്റഡ് അല്ലെങ്കിൽ ഒട്ടും അട്രാക്ഷൻ ഇല്ലാത്തത് അല്ലെ, അതിനാണ് നമ്മൾ പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് റിപ്പൾഷൻ ആയിരിക്കും. ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ് റിപ്പൾഷൻ ഉള്ള മെറ്റീരിയൽസിനെയാണ് ഡയാമാഗ്നറ്റിക്. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. സോ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആകെ കൂടെ ഫെറോമാഗ്നറ്റിക് എലമെന്റുകൾ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് MPA? അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഫിഗർ, ഈ ഒരു ഫിഗർ വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. നമുക്കിത് വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമുക്കൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആ ടെസ്റ്റിംഗ് മെറ്റീരിയലിനെ എന്താണ് ചെയ്യേണ്ടത്? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫെറോമാഗ്നറ്റിക് എലമെന്റ് തന്നു കഴിഞ്ഞാൽ ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മുകളിൽ നേരെ കൊണ്ടുപോയി കളേർഡ് എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടാവുമോ? ഇല്ല. ഫസ്റ്റ് നമ്മൾ അതിനെ മാഗ്നറ്റ് ആക്കണം. ആ മാഗ്നറ്റ് ആക്കുക എന്നുള്ളതിന്റെ ടേമാണ് മാഗ്നറ്റൈസേഷൻ നടത്തുക.
മാഗ്നറ്റൈസേഷൻ മീൻസ് മാഗ്നറ്റ് ആക്കി മാറ്റുക. സോ സ്പെസിമെൻ ഈസ് മാഗ്നറ്റൈസ്ഡ്. ഇതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മളെ സ്പെസിമെനെ മാഗ്നറ്റൈസ് ചെയ്യണം, മാഗ്നറ്റൈസേഷൻ സംഭവിക്കണം. സോ ആസ് ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ദ മെറ്റീരിയൽ. അപ്പം മാഗ്നറ്റൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിംഗ് പീസിന്റെ ഉള്ളിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തി വിടുക അല്ലെ. Then these lines of force gets interrupted whenever there is a flow or discontinuity. ആണ് നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് പറയാം. ഇവിടെ ഒരു ടെസ്റ്റ് പീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രാക്കും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യണം. മാഗ്നറ്റൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിന്റെ ഇൻസൈഡിൽ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആണ്. മാഗ്നറ്റിന്റെ ഔട്ട്സൈഡിൽ നോർത്ത് ടു സൗത്ത് ആണ് അല്ലെ. നമ്മള് പ്ലസ് ടുവില് ഇതുപോലെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ വരച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. നോർത്ത് ടു സൗത്ത്, മാഗ്നറ്റിന്റെ ഉള്ളില് സൗത്ത് ടു നോർത്ത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഇൻ ബിറ്റ്വീനിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് വരികയാണെങ്കിൽ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒരു ഇന്ററപ്ഷൻ ഉണ്ടാവും അല്ലെ, ഒരു തടസ്സം ഉണ്ടാവുമല്ലോ. അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇപ്പൊ ഇവിടെ ക്രാക്ക് ഉണ്ട്, നമുക്ക് ഇനി ഈ ക്രാക്കിനെ വെച്ചിട്ട് പറയാം. ഈ ക്രാക്കിന്റെ ഇവിടുന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ ഫ്രീ സ്പേസ് അല്ലേ, ഈ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫ്രീ സ്പേസ് വരുത്തല്ലേ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ പുറത്തൂടെ അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്തിട്ട് വീണ്ടും മെറ്റീരിയലിലേക്ക് എൻ്റർ ചെയ്യും അല്ലെ. അങ്ങനെ മെറ്റീരിയലിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ ഒരു ചെറിയ സ്ഥലം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ചെറിയ ക്രാക്കുള്ള സ്ഥലം നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? മാഗ്നറ്റിന്റെ ഔട്ട്സൈഡ് റീജിയൻ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തൂടെ? മാഗ്നറ്റിന്റെ ഔട്ട്സൈഡ് റീജിയനിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്തിൽ നിന്നും അല്ലെ സൗത്തിലേക്കല്ലോ മൂവ് ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ക്രാക്കുള്ള ഏരിയനെ നമ്മൾ ഔട്ട്സൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ നോർത്ത് ടു സൗത്ത് പോലെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നോർത്തും ഈ റീ എൻട്രി നടക്കുന്നിടത്ത് ഒരു സൗത്തും ജനറേറ്റ് ചെയ്യൂടെ അല്ലേ? ഓക്കെ, അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ വന്ന് ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ഓൺലൈനിലാണ്, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ 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 അപ്പോ നമ്മൾ ക്രാക്കുള്ള സ്ഥലം മാത്രം ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും മാഗ്നറ്റ് കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രീ സ്പേസ് ആയി. എന്നിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ ഫ്രീ സ്പേസിലൂടെ സഞ്ചരിച്ച് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും മാഗ്നറ്റ് വന്നു. അപ്പൊ അവിടെ ഒരു റീ എൻട്രി നടന്നു. അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എക്സിറ്റും ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു, ഇവിടെ റീ എൻട്രി നടന്നു. അപ്പോ ഇതൊരു മാഗ്നറ്റിന്റെ ഔട്ട്സൈഡ് റീജിയൻ പാസ് ചെയ്തിട്ടാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. നമുക്കറിയാം മാഗ്നറ്റിന്റെ പുറത്തുനിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. സോ ഈ ക്രാക്കിന്റെ ഒരു ഭാഗം നോർത്ത് ആയിട്ടും മറ്റേ ഭാഗം സൗത്ത് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അഡീഷണലി ഒരു പുതിയ പോള് വന്നു, നോർത്തും സൗത്തും. നമുക്ക് ഇനീഷ്യലി ഇതിനകത്തുള്ള പോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു സൗത്തും ഇവിടെ ഒരു നോർത്തും ആയിരുന്നു. പക്ഷെ ക്രാക്കിന് അറൗണ്ട് ആയിട്ട് പുതിയ ഒരു പോള് ജനറേറ്റ് ചെയ്തു, ഒരു നോർത്തും സൗത്തും. സോ ഇനി അടുത്ത മൊമെന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കളേർഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ ഇതിന്റെ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഇവിടെ ഇപ്പൊ ഒരു ഗ്രീൻ കളർ പാർട്ടിക്കിൾ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ കളർ പാർട്ടിക്കിളിനെ ഞാൻ ഇതിന്റെ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എക്സസ് ആയിട്ടുള്ളതിനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവിടെ പുതിയ ഒരു പോള് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡീഷണൽ പോള് കാരണം ഇവിടെ ഒരു അഡീഷണൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ടാവും, മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവും. സോ കുറച്ച് പാർട്ടിക്കിൾസ് ഈ ക്രാക്കിന് അറൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ക്രാക്കിന്റെ മേലിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. So specimen is magnetized, then the lines of force gets interrupted whenever there is a flow or discontinuity. Due to these flows, some of the lines must exit and re-enter.
ഞാൻ കഴിഞ്ഞ മൊഡ്യൂളില് പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ നിർബന്ധമായും വേണ്ടുന്ന ഒരു ടേം ആയിരുന്നു ക്യാപിലാരിറ്റി എന്ന് പറയുന്നത്. അതേപോലെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടേമാണ് എക്സിറ്റ് ആൻഡ് റീ എൻട്രി ഓഫ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ്. എവിടെയാ എക്സിറ്റും റീ എൻട്രിയും നടക്കുന്നത്? ക്രാക്ക് വരുമ്പോൾ ക്രാക്കിന്റെ കറസ്പോണ്ടിങ് ഇവിടുന്ന് എക്സിറ്റ് നടക്കും, അതേപോലെ ക്രാക്കിലൂടെ സഞ്ചരിച്ച് വീണ്ടും ലൈൻസ് ഓഫ് ഫോഴ്സ് റീ എൻട്രി ഉണ്ടാവും. സോ എക്സിറ്റ് ആൻഡ് റീ എൻട്രി എന്നുള്ള ഈ ടേം ഇതിന്റെ പ്രിൻസിപ്പിളിൽ നിർബന്ധമായിട്ട് എഴുതണം. അങ്ങനെ എക്സിറ്റ് ആൻഡ് റീ എൻട്രി നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ദീസ് പോയിന്റ് ഓഫ് എക്സിറ്റ് ആൻഡ് റീ എൻട്രി ഫോംസ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് പോൾസ്. ഇതൊരു പുതിയ മാഗ്നറ്റിക് പോൾ ഉണ്ടാവും. When minute magnetic particles are sprinkled into specimen, particles are attracted by these magnetic poles. It creates a visual indication. അതാണ് നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ നിർബന്ധമായിട്ടും വരയ്ക്കണം. വരച്ചാൽ മാത്രം പോരാ, ഈ ക്രാക്ക് ഉള്ള സ്ഥലത്തുള്ള എക്സിറ്റും റീ എൻട്രിയും കാണിക്കണം. അവിടെ പുതിയ പോള് ജനറേറ്റ് ചെയ്തായിട്ട് 2 പോള് കാണിക്കണം. അവിടെ മാത്രം മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ നമ്മൾ ടെസ്റ്റിങ്ങിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും മാഗ്നറ്റിക് ഇങ്ക് എന്ന് പറയും. മാഗ്നറ്റിക് ഇങ്ക്. ഓക്കെ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക്. ഇപ്പം മാഗ്നറ്റിക് ഇങ്ക് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ടും കാണിക്കണം. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ ഡയഗ്രാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് നമ്മളിപ്പം പറഞ്ഞത് എന്താണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ദെൻ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ആർക്കൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ, ഈ ഒരു ടെസ്റ്റിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസ്, ഫിസിക്കൽ ടേംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ടേംസ് ഇൻ മാഗ്നറ്റിസം. ഓരോ ടേം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പൊളാരിറ്റി. എന്താ പൊളാരിറ്റി? ഒരു മാഗ്നറ്റിന് എത്ര പോൾസ് ഉണ്ടാവും? ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര പോൾസ് ഉണ്ടാവും? 2 poles. നോർത്ത് ആൻഡ് സൗത്ത് അല്ലെ, 2 എൻഡിലായിരിക്കും. ഒരു ഡിസ്ക് ഷേപ്പ് ഉള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ ഡിസ്ക് ഷേപ്പ് മാഗ്നറ്റ് കണ്ടിട്ടില്ലേ? റൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റ്. അതിന്റെ പോൾസ് എവിടെയൊക്കെയാ? അതിന്റെ നോർത്ത് എവിടെയാണ്? അതിന്റെ സൗത്ത് എവിടെയാണ്? കണ്ടിട്ടേ ഇല്ല, അല്ലെ ചിന്തിച്ചിട്ടേ ഇല്ല. അതിന്റെ ഇന്നർ സർഫേസിലും ഔട്ടർ സർഫേസിലും. അതായത് ഒന്ന് ടോപ്പ് സർഫസും ബോട്ടം സർഫസും അല്ലെ? ഇന്നർ ഉദ്ദേശം അങ്ങനെയാണോ? അതായത് ഒന്നിന്റെ മേൽഭാഗത്ത് നോർത്ത് ആണെങ്കിൽ അടിഭാഗത്ത് സൗത്ത് ആയിരിക്കും. 2 ഈ ഡിസ്ക് ഷേപ്പ് മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ അട്രാക്ഷൻ വരുന്നത് ഇതിന്റെ എന്താ പറയാ, ഒരു ഓവർലാപ്പിംഗ് അട്രാക്ഷൻ അല്ലേ വരിക? 2 ഫേസ് തമ്മിലല്ലേ അട്രാക്ട് ചെയ്യാം. നോർത്തും സൗത്തും വരുന്നത് അതിന്റെ ഫേസസിലാണ്. ഒന്ന് ടോപ്പ് ഫേസിലായിരിക്കും, മറ്റേത് ബോട്ടം ഫേസിലായിരിക്കും. എന്തോ ആയിക്കോട്ടെ, പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓറിയന്റേഷൻ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. അപ്പം നോർത്ത് സൗത്ത് പോളിന്റെ ആ ഒരു ഓറിയന്റേഷനാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പൊളാരിറ്റി. ദെൻ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്? It is a force of attraction or repulsion that one body has upon another. Force of attraction or repulsion. ഒരു മാഗ്നറ്റിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. Then what is the magnetic field? It is the area around a magnet in which the magnetic forces are observable. ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ, ഞാനൊരു മാഗ്നറ്റ് എടുക്കുകയാണ്, ഒരു ബാർ മാഗ്നറ്റ്. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ കാണിക്കും അല്ലെ? കുറെ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ കൊണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്ന ഏരിയ ഇല്ലേ, ഈ ടോട്ടൽ ഏരിയ, ഈ ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഈ മാഗ്നറ്റ് കാരണം, ഈ നോർത്ത് സൗത്ത് പോലുള്ള മാഗ്നറ്റ് കാരണം ഇതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ. അപ്പൊ ഈ ഏരിയക്കുള്ളിൽ ഞാനൊരു ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പിന്റെ മെറ്റീരിയലോ വെച്ച് കഴിഞ്ഞാൽ അതിന് അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ? ഈ ഏരിയക്കുള്ളിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ആണി വെക്കുകയാണ്, അങ്ങനെ ആണി വെക്കുകയാണെങ്കിൽ ഇതിനെ അട്രാക്ട് ചെയ്യും. ഈ ഏരിയക്ക് പുറത്താണ് ഞാൻ ആണി പോലുള്ള എലമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാവുമോ?
ഉണ്ടാവില്ല, കാരണം മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണ് അതുള്ളത്. സോ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ഏരിയ അറൌണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദി മാഗ്നറ്റിക് ഫോഴ്സസ് ആർ ഒബ്സർവബിൾ. അപ്പം മാഗ്നറ്റിക് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ മാഗ്നറ്റിന്റെ ഏരിയ, അതായത് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്ന സ്ഥലം, അതിനാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറയുന്നത് പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. എന്തിനെ പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ? മാഗ്നറ്റിക് ഫീൽഡിനെ പാസ് ചെയ്യാൻ പറ്റുന്ന, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യാൻ പറ്റുന്ന അല്ലെ പെർമിറ്റ് ചെയ്യുന്ന എബിലിറ്റി. എന്റെ കയ്യിൽ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഒരു ഇരുമ്പിന്റെ പീസ് ഉണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു സൈഡിൽ ഒരു മാഗ്നറ്റും മറ്റേ സൈഡിൽ വേറൊരു മാഗ്നറ്റും വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് എന്തായാലും ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ഈ ഇരുമ്പിന്റെ ബ്ലോക്കിലൂടെ പാസ് ചെയ്യും. അപ്പോ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിനെ പെർമിറ്റ് ചെയ്യാനുള്ള ഇയാളുടെ എബിലിറ്റി, ദാറ്റ് ഈസ് പെർമിയബിലിറ്റി. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് പെർമിയബിലിറ്റി ഹൈ ആയിരിക്കും. നേരെ മറിച്ച് ഞാൻ ഈ അയൺ ബ്ലോക്കിന് പകരം അല്ലെങ്കിൽ ഇരുമ്പ് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു വുഡ് കൊണ്ടുപോയിക്കാണേ, ഇതൊരു വുഡിന്റെ ബ്ലോക്കാന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഇതേപോലെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വുഡ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കോ? എത്തുവോ? ലൈൻസ് ഓഫ് ഫോഴ്സിനെ വുഡ് പാസ് ചെയ്യോ? പാസ് ചെയ്യുമെങ്കിൽ വുഡ് എന്താവണം? മാഗ്നറ്റ് ആയി മാറണം. സോ ലൈൻസ് ഓഫ് ഫോഴ്സിനെ വുഡ് എന്ത് ചെയ്യുന്നില്ല? കടത്തി വിടുന്നില്ല. സോ ഇതിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. സോ പെർമിയബിലിറ്റി മീൻസ് പെർമിറ്റ് ടു പാസ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ദി ബോഡി. സോ ഇറ്റ് ഇസ് എ കേസ് വിത്ത് വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. അപ്പം നമ്മൾ മാഗ്നറ്റൈസ് ആയി എന്ന് എപ്പോഴാ പറയാം? ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുമ്പോഴാണ് ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി എന്ന് പറയാം. അപ്പം അങ്ങനെ മാഗ്നറ്റൈസ്ഡ് ആവാൻ ഉള്ള അതിന്റെ എബിലിറ്റിയെയാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പെർമിറ്റ് ചെയ്യാൻ, ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്ത് പോവാൻ കൊടുക്കുന്ന ആ ഒരു എബിലിറ്റിയെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പെർമിയബിലിറ്റിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, മ്യൂ ഇസ് ഈക്വൽ ടു B/H. ഓർമ്മ വേണം, നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ ആവശ്യമുണ്ട്. മ്യൂ മീൻസ് പെർമിയബിലിറ്റി, ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് അടുത്ത ടേമായിട്ട് പഠിക്കാം. H മീൻസ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, മാഗ്നറ്റൈസേഷൻ നടത്താൻ ആവശ്യമായ ഫോഴ്സ്, അതായത് ഒരു ടെസ്റ്റ് പീസിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. നമുക്ക് നോക്കാം. ഫ്ലക്സ് ഡെൻസിറ്റി, ഇപ്പൊ പറഞ്ഞ ബി എന്ന് പറഞ്ഞ ടേം ഫ്ലക്സ് ഡെൻസിറ്റി. എന്താ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാല്, ഞാൻ വീണ്ടും ഒരു മാഗ്നറ്റ് എടുക്കുകയാണ്. മാഗ്നറ്റിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റുമെന്നില്ല ഈ ലൈൻസ് ഓഫ് ഫോഴ്സിനും. ഇങ്ങനെ കുറെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ഞാൻ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എവിടെയെങ്കിലും ഒരു യൂണിറ്റ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യണം. 1 mm² ഉള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്യണം. ഈ യൂണിറ്റ് ഏരിയയിലൂടെ ഇപ്പൊ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ട്? എടാ, ഞാൻ വരച്ച പ്രകാരം ആ ഏരിയയിലൂടെ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ട്? 2 അല്ലേ. സോ ദ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദി നമ്പർ ഓഫ് ലൈൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണത്തെയാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഞാൻ വരച്ച ഫിഗർ പ്രകാരം ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. കാരണം അവിടെ ഒരു യൂണിറ്റ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ അവിടെ 2 ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ആ ഏരിയയിലൂടെ പാസ് ചെയ്തത്. സോ ദ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് 2. അപ്പം അതിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ദെൻ മാഗ്നറ്റൈസിങ് ഫോഴ്സ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ടേം ഉണ്ടല്ലോ, പെർമിയബിലിറ്റിന്റെ ഇക്വേഷൻ B/H. അതില് ബി ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്ത പറയുന്നത് എച്ച് ആണ്. എന്താണ് എച്ച് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്? നമുക്ക് നോക്കാം. മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, നേരത്തെ പറഞ്ഞ ഇരുമ്പിന്റെ പീസ്, ഒരു ഇരുമ്പിന്റെ ബ്ലോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഈ അയൺ പീസിനെ അല്ലെങ്കിൽ ഈ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു പ്രോപ്പർ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി ഞാൻ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് സപ്ലൈ ചെയ്യണമോ ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെ ആണെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ്
മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയാം. ഇതിപ്പോ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇനീഷ്യലി ഇയാൾ മാഗ്നറ്റ് ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സിനെ സപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു മാഗ്നറ്റ് എങ്ങാനും വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരു മാഗ്നറ്റ് ആയിരിക്കും ഇതിന്റെ അടുത്ത് വെക്കുന്നുണ്ടാവുക. ഈ മാഗ്നറ്റ് ഇതിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച്, ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സിനനുസരിച്ച് ഒരുപാട് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഈ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്യല്ലേ. അപ്പോ ഈ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റ് ആക്കാൻ വേണ്ടി എത്രമാത്രം ലൈൻസ് ഓഫ് ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് മേക്കിംഗ് അപ്പ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ദി സ്ട്രെങ്ത് ഓഫ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ that can be exerted by the magnet and can be represented by the symbol H. വലിയ ഡെഫിനേഷൻ ആയിട്ട് ഒന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ ആവശ്യമായ ഫോഴ്സ് എത്രയാണോ അതിനെയാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. സംടൈംസ് ഞാൻ ഈ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഞാൻ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഫെറോ മാഗ്നറ്റിക് കോർ അല്ലെങ്കിൽ ഈ ഒരു അയൺ കോറിന് എറൗണ്ട് ആയിട്ട് ഞാൻ ഒരു കോയിലിനെ വൗണ്ട് ചെയ്യുന്നത്, സോളിനോയിഡ്. ഈ കോയിൽ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഫെറോ മാഗ്നറ്റിക് ബ്ലോക്കിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിഫൈ ചെയ്താൽ ഒരു കറണ്ട് പാസ് ചെയ്താൽ മതി. ഈ കോയിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്താൽ മതി അല്ലേ. ഞാൻ ഈ കോയിലേക്ക് ഒരു കറണ്ട് കൊടുക്കുമ്പോൾ ഈ കോയിൽ ഇറ്റ്സെൽഫ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറും. ഇതിന് കറസ്പോണ്ടിങ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിലൂടെ പാസ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോ ഇവിടെ നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തത് കറണ്ട് ആണ് അല്ലെ. ഈ കോയിലിന് ഞാൻ കറണ്ട് ഇനീഷ്യലി 0 ആയിരുന്നു. 0 ആയ സമയത്ത് നമ്മുടെ ടെസ്റ്റ് പീസ് അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് അല്ലാതെ ഇരിക്കുകയായിരുന്നു, ഒരു പ്യുർ മെറ്റീരിയൽ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ കോയിലിലേക്ക് ജസ്റ്റ് കറണ്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ഇയാൾ എന്തായി മാറി? മാഗ്നറ്റ് ആയി മാറി. അപ്പൊ ഇയാളെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ എത്ര കറണ്ട് കൊടുത്തുവോ ആ കറണ്ടിന്റെ എമൗണ്ടിനെയാണ് ഈ കേസിലെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. എത്ര ആംപിയർ കറണ്ട് കൊടുത്തോ ആ കറണ്ടിനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റിലെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനിയല്ല, ഇതേ ടെസ്റ്റ് പീസിനെ ഞാൻ വേറൊരു മാഗ്നറ്റ് വെച്ചിട്ടാണ് മാഗ്നറ്റ് ആക്കാൻ പോകുന്നത്. അതായത് ഈ ടെസ്റ്റ് പീസിന്റെ ഒരു എൻഡിൽ ഞാൻ ഒരു ബാർ മാഗ്നറ്റ് വെക്കാണ്. നോർത്തും സൗത്തുള്ള ബാർ മാഗ്നറ്റ്, ഇവിടെ എം എന്ന് പറഞ്ഞ കാണിച്ച ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഈ മാഗ്നറ്റ് അടുത്ത് വെച്ചപ്പോ ഈ ടെസ്റ്റ് പീസ് എന്തായി? പുതിയൊരു മാഗ്നറ്റ് ആയി മാറി. അപ്പൊ ഈ മാഗ്നറ്റ് ഇയാൾക്ക് എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് കൊടുത്തോ അതിനെയാണ് ആ കേസിലെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. 2 ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരാളെ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഉള്ള അയാളുടെ കഴിവാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. ബട്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റാനുള്ള ആവശ്യമായ ഫോഴ്സിനെയാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Okay, then next term, flux. What is flux? Is the total number of lines of magnetic force in a material is called magnetic flux. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടോ ആ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണത്തെയാണ് അതിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിലെ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റൈസേഷൻ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ആണ്. അതിന്റെ യൂണിറ്റ്സ് SI യൂണിറ്റും CGS യൂണിറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ അടുത്ത ടേം റീടെൻറ്റിവിറ്റി. എന്തായിരിക്കും റീടെൻറ്റിവിറ്റി? റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി. റീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ അവിടെ തന്നെ നിലനിർത്തുക. ഞാൻ ഒരു മെറ്റീരിയലിനെ
ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനീഷ്യലി ഇയാളുടെ മാഗ്നറ്റ് ഒന്നുമല്ല. ഞാനിവിടെ എന്തേലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒന്നിക്ക് കോയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണലി വേറെ മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ട് ഇയാളെ ഞാൻ മാഗ്നറ്റ് ആക്കി മാറ്റി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലും ഓരോ മാഗ്നറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും ഈ ഫെറോ മാഗ്നറ്റിക് എലമെന്റ് പുതിയൊരു മാഗ്നറ്റ് ആയി മാറി അല്ലേ? ആവൂലേ? ഇവിടെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യില്ലേ? അപ്പൊ ഇയാളൊരു മാഗ്നറ്റ് ആവുമല്ലോ. ഇനി അടുത്ത മൊമെന്റിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? നേരത്തെ വെച്ചതുപോലെ രണ്ട് മാഗ്നറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കേസിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഈ രണ്ട് സൈഡിലും വെച്ച മാഗ്നറ്റിനെ എടുത്തു മാറ്റി. അപ്പൊ എടുത്തു മാറ്റി കഴിഞ്ഞാല് കാരണം അയാൾ എന്താവും? വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് തന്നെ വരും. അപ്പുറത്തും ഇപ്പുറത്തും മാഗ്നറ്റ് ഒന്നും ഇല്ല, വീണ്ടും പഴയ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. ബട്ട് ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരിക്കൽ മാഗ്നറ്റ് ആയി അതിന്റെ മാഗ്നറ്റൈസേഷൻ ഫോഴ്സിനെ എടുത്തു കളഞ്ഞാലും കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഇതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യും. കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഈ മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യും. ആ എബിലിറ്റി, അങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് റീടെന്റിവിറ്റി എന്ന് പറയാം. അതായത് മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് മാഗ്നറ്റിസം അല്ലെങ്കിൽ കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി, പിടിച്ചു വെക്കാനുള്ള എബിലിറ്റി. ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ കോയിൽ ടു റീറ്റെയിൻ സം ഓഫ് ഇറ്റ്സ് മാഗ്നറ്റിസം വിത്തിൻ ദി കോർ ആഫ്റ്റർ മാഗ്നറ്റൈസേഷൻ പ്രോസസ് ഹാസ് സ്റ്റോപ്ഡ്. മാഗ്നറ്റൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാഗ്നറ്റൈസേഷൻ പ്രോസസ്സ് ചെയ്തത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ മാഗ്നറ്റ് വെച്ചുകൊണ്ടായിരുന്നു. നമ്മൾ ഈ രണ്ട് മാഗ്നറ്റും എടുത്തു കളഞ്ഞാലും ഈ മെറ്റീരിയലിൽ കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റോർ ചെയ്ത് കിടക്കും. അതിനെയാണ് റീടെന്റിവിറ്റി എന്ന് പറയാം. അതായത് കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി. ദാറ്റ് ഈസ് എ റീടെന്റിവിറ്റി ഓഫ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പൊ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് റീടെന്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ കോഹെസീവ് ഫോഴ്സ്. വാട്ട് ഈസ് കോഹെസീവ് ഫോഴ്സ്? നമ്മൾ കോഹെസിവിറ്റിയും കോഹെസീവ് ഫോഴ്സും അഡഹസീവ് ഫോഴ്സും ഒക്കെ നമ്മൾ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ. അതേപോലെ കോഹെസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വിത്തൗട്ട് ബിക്കമിങ് ഡീമാഗ്നറ്റൈസ്ഡ്. അതായത് ക്ലിയർ ചെയ്തിട്ട് പറയാം. ഒരു ഫെറോമാഗ്നറ്റിക് എലമെന്റ്, ഇനീഷ്യലി ഇയാൾ മാഗ്നറ്റ് ഒന്നുമല്ല, ഞാൻ എക്സ്റ്റേണലി ഇയാളെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ജസ്റ്റ് ഒരു മാഗ്നറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യല്ലേ? ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യും. അങ്ങനെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുമ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചു വെക്കാനല്ല. കോഹെസിവിറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ലൈറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ കോഹെസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വിത്തൗട്ട് ബിക്കമിങ് ഡീമാഗ്നറ്റൈസ്ഡ്. അതായത് എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന രണ്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഇതിലേക്ക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യുമ്പോൾ ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെ അവിടെ തന്നെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ തന്നെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ദാറ്റ് ഈസ് കോഹെസിവിറ്റി ഓർ കോഹെസീവ് ഫോഴ്സ് ഇൻ മാഗ്നറ്റിസം. That is a measure of the ability of a ferromagnetic material to withstand the external magnetic field. To withstand an external magnetic field. Okay. Sir, time ആയി. ഇനി രണ്ട് ടേം കൂടിയുള്ളത്, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ആരൊക്കെ ആബ്സെന്റ് ഉള്ളത്?